ഹേ ഗൈസ്, കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഇടാണ്. നമ്മൾ പഴനി പോയി, അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അത് നമുക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, അത് വഴിയേ അറിയാം. അപ്പോൾ നമ്മൾ ട്രെയിന് ബുക്ക് ചെയ്തിട്ട് ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫാമിലിയും മേമൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. മേമൻ്റെ ഫാമിലിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും മോനും. അപ്പോൾ നമ്മൾ 7 പേരുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി റിസർവ് ഒക്കെ ചെയ്തിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സാറ്റർഡേ രാവിലെ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് നമ്മൾ എത്തിയത്. അതായത് കോഴിക്കോട് ടു പാലക്കാട്, പാലക്കാട് ടു പഴനി, അങ്ങനെ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സീനറി ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ പോകുമ്പം കുറേ നേരം എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ, പഴനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം പഴനിമല. അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. കുറേ മുന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമ്മളൊരു ഊബർ എടുത്തു. നമ്മൾ കോഴിക്കോട് 3 ആൾക്കാരിൽ കൂടുതൽ ഒരു ഓട്ടോയിൽ കയറ്റില്ല. ഇവിടെ 7 പേരും, നമ്മളെ 7 പേരും ഒരു ഓട്ടോ തന്നെ ആ ചേട്ടൻ കയറ്റി. നമ്മൾ എവിടെയാണോ പറഞ്ഞത് നമ്മൾ അവിടെ കൊണ്ടുപോയി നിർത്തി തന്നു കേട്ടോ. അതിനുശേഷം നമ്മളൊരു റൂം എടുത്തു, നമുക്കൊന്ന് ഫ്രഷനപ്പ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ഫ്രഷൊക്കെ ആയി എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ ജസ്റ്റ് ഒന്ന് കഴിച്ചു. കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ, അതൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് മുട്ട അടിക്കാനുണ്ടായിരുന്നു. അതൊരു നേർച്ചയായിരുന്നു, ചേച്ചി നേർന്നതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അച്ഛൻ മുട്ടയടിച്ചതിന് ശേഷം ആരെങ്കിലും പോലെ തോന്നിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. എനിക്ക് നമ്മുടെ പുഷ്പ സിനിമയിലെ ഫഹദ് ഫാസിലിനെ പോലെ തന്നെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആരെങ്കിലും തോന്നിയോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയൂ. അതിനുശേഷം നമ്മൾ മുട്ടയൊക്കെ അടിച്ചു. എല്ലാവരും ഫ്രഷനപ്പൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഏരിയ ഫുള്ളൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നു. അതായത് നമുക്ക് രാത്രി പഴനി ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. തിരിച്ച് നമ്മൾ നേരെ റൂമിലെത്തി. നമ്മൾ റൂമിൽ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിസിബിളായിട്ട് നമ്മൾ പഴനിമല കാണാം കേട്ടോ. അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അതിനുശേഷം നമ്മൾ ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റിട്ട് കയറുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ഫോണൊന്നും അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം നമ്മൾ തിരിക്കുകയായിരുന്നു കേട്ടോ ചെയ്തിരുന്നത്.